സംസ്ഥാനത്ത് 2025-26 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള വിദ്യാലയങ്ങളിൽ പ്രാവർത്തികമാക്കുന്നത് സംബന്ധിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ എല്ലാ എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെയും പ്രിൻസിപ്പൽമാരുടെയും PTA പ്രസിഡന്റുമാരുടെയും ഒരു യോഗം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, അധ്യാപകർ, കാട്ടാക്കട SHO, എക്സൈസ് ഇൻസ്പെക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ICDC സൂപ്പർവൈസർ, മറ്റ് വകുപ്പുകളിലെ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ 38 അംഗൻവാടികളുടെയും പ്രവേശനോത്സവം സംബന്ധിച്ച ചർച്ചകളും യോഗത്തിൽ നടന്നു. കുളത്തുമ്മൽ LPSൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിന്റെ കമ്മിറ്റിയും യോഗത്തിൽ വെച്ച് രൂപീകരിച്ചു. സ്കൂൾ പ്രവേശനോത്സവം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചേരുന്നു. വരുന്ന ജൂൺ 2-ാം തീയതി നമ്മുടെ സംസ്ഥാനത്തിലെ പൊതുവിദ്യാലയങ്ങൾ തുറക്കുകയാണ്. അപ്പോൾ പൊതുവിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 2025-26 അധ്യയന വർഷം സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലേക്കായിട്ട് സർക്കാർ ഇതിനകം വളരെ വിശദമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഹാളിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നമ്മൾ വളരെ വിശദമായിട്ടുള്ള മീറ്റിംഗ് കൂടി. ഈ മീറ്റിംഗിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ സ്കൂളുകളിലെയും പ്രഥമ അധ്യാപികമാരും അതേപോലെ തന്നെ PTA പ്രസിഡന്റുമാരും പങ്കെടുക്കുകയുണ്ടായി. ഈ യോഗത്തിൽ സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉള്ള കാര്യങ്ങൾ നമ്മുടെ കാട്ടാക്കട SHO വളരെ വിശദമായിട്ട് ബോധ്യപ്പെടുത്തി. ചോദ്യങ്ങൾക്ക് SHO മറുപടി നൽകി. അതേപോലെ ലഹരിയുടെ ഉപയോഗം സംബന്ധിച്ചും അത് ചെറുക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും നമ്മുടെ കാട്ടാക്കട എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി, എക്സൈസ് ഇൻസ്പെക്ടർ വളരെ വിശദമായിട്ട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളില് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നമ്മൾ ഏർപ്പെടുത്തേണ്ട സംവിധാനങ്ങൾ, അപ്പൊ ഇതിനകം തന്നെ എല്ലാ സ്കൂളുകളും പരിശോധന നടത്തിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ളതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജൈവ മാലിന്യങ്ങള് സുരക്ഷിതമായിട്ട് സംസ്കരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സ്കൂളുകളിൽ ഉണ്ടായിരിക്കണം എന്നും അത് കർശനമായിട്ട് പാലിക്കണമെന്നും സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും അജൈവ മാലിന്യമോ ജൈവ മാലിന്യമോ സ്കൂളിന്റെ പരിസരത്ത് കൂട്ടിയിടുകയോ വലിച്ചെറിയുകയോ ചെയ്യാൻ പാടില്ല. അതിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വരുന്ന 29, 30, 31 തീയതികളിൽ ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിൽ അവിടുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും അതേപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടറും അടങ്ങുന്ന ടീം എല്ലാ വിദ്യാലയങ്ങളും സന്ദർശിച്ചിട്ട് അവിടെ ജൈവ അജൈവ മാലിന്യ സംസ്കരണ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ട് എങ്കിൽ അത് ഫോട്ടോയും വീഡിയോയും സഹിതം റിപ്പോർട്ട് ചെയ്യണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കർശനമായിട്ട് എല്ലാ സ്കൂളുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് കാലവർഷം ശക്തി പ്രാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ പരിസരങ്ങളിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ അത് കടപുഴകി വീഴാനും അതിന്റെ ശിഖരങ്ങൾ അടർന്നു വീഴാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് അത്തരത്തില് മരം മുറിച്ചു മാറ്റാതെ ശിഖരങ്ങൾ കോതി ഒതുക്കേണ്ട വിഷയമാണെങ്കിൽ അത് സ്കൂൾ PTA അതേപോലെ തന്നെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അവരുമായിട്ട് ആലോചിച്ച് അത് ചെയ്യാൻ HMമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വൃക്ഷം ബലക്ഷയം കൊണ്ട് കടപുഴകി വീഴാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് മുറിച്ചു മാറ്റുന്നതിന് എന്തായാലും അനുവാദം ആവശ്യമാണ്. അത് ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അതിനുള്ള പ്രത്യേക അപേക്ഷ ഉടനെ തന്നെ എത്തിക്കാൻ HMമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് അടിയന്തര സാഹചര്യം മാത്രം, അത് മുറിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ തരാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എല്ലാ സ്കൂളുകൾക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള സർക്കാർ എയ്ഡഡ് അതേപോലെ തന്നെ CBSE എയ്ഡഡും അൺഎയ്ഡഡും ആയിട്ടുള്ള എല്ലാ സ്കൂളുകൾക്കും കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇത്തരത്തില് ഈ സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ CBSE സ്കൂളുകളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, അവർ ഇതിനോട് സഹകരിക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ സഹകരിക്കാതിരിക്കുന്ന സ്കൂളുകളിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതിനകത്ത് ആൻസറബിൾ ആകും എന്നുള്ളത് കൊണ്ട് ഇവരുടെ നിസ്സഹകരണം CBSE സ്കൂളുകളെ സംബന്ധിച്ച് CBSE ബോർഡിലേക്ക് അറിയിക്കാനും എയ്ഡഡ് സ്കൂളുകളോ സർക്കാർ സ്കൂളുകളോ ആണെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും അറിയിക്കാനും ഇന്നത്തെ മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സ്കൂൾ സുരക്ഷ എന്ന് പറയുമ്പോൾ ഇത് സർക്കാർ മേഖലയിലുള്ള സ്കൂളുകൾ മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് സ്വകാര്യ മേഖലയിൽ, അതായത് ഇപ്പോൾ CBSE സ്കൂളുകൾ ഏകദേശം 7ഓളം CBSE സ്കൂളുകളുണ്ട്. അതിനകത്ത് ഹയർ സെക്കൻഡറി തലം വരെയുള്ള 2 സ്കൂളുകളുണ്ട്. ഈ 2 സ്കൂളുകളിൽ നിന്നും ഒരു പ്രതിനിധി പോലും ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇത് വളരെ ലാഘവത്തോടെ, വളരെ പുച്ഛത്തോടു കൂടി അവർ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് CBSEയുടെ ബന്ധപ്പെട്ട അധികാരികളെ ഈ വിവരം ഞങ്ങൾ അറിയിക്കും. അതോടൊപ്പം തന്നെ സർക്കാർ സ്കൂളുകൾ ഭൂരിപക്ഷവും പങ്കെടുത്തിട്ടുണ്ട്. എയ്ഡഡ് മേഖലയിലുള്ള ചില സ്കൂളുകൾ പങ്കെടുത്തിട്ടില്ല. ആ വിവരം ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും ഞങ്ങൾ അറിയിക്കുന്നതാണ്. എന്തായാലും ഈ വരുന്ന അധ്യയന വർഷം വളരെ സുരക്ഷയോടുകൂടി എല്ലാ തരത്തിലും, അത് മാലിന്യ പരിപാലന രംഗത്തായാലും സ്കൂളിലെ മൊത്തത്തിലുള്ള സുരക്ഷയുടെ കാര്യത്തിലായാലും, അത് പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കാട്ടാക്കടയുടെ പ്രിയപ്പെട്ട SHO ശ്രീ മൃദുൽ കുമാർ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. അധ്യാപകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം വിശദമായിട്ടുള്ള മറുപടി നൽകി. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിനെ സംബന്ധിച്ച് പോലീസ് ഇടപെടേണ്ട വിഷയത്തിൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ വിശദീകരണം നടത്തി. എക്സൈസുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഇൻസ്പെക്ടർ വളരെ വിശദമായിട്ടുള്ള ക്ലാസ് എടുക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റും മറ്റ് പ്രതിനിധികളും അവിടെ അവതരിപ്പിച്ചു. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് വരുന്ന അധ്യയന വർഷം വളരെ സന്തോഷകരമായ, വളരെ സുരക്ഷിതത്വമുള്ള ഒരു അധ്യയന വർഷമാക്കി മാറ്റണം. സ്കൂൾ സുരക്ഷയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണനയാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്നത്. സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ എയ്ഡഡ് മേഖലയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അതാത് മാനേജ്മെന്റുകളാണ്. ആ മാനേജ്മെന്റുകൾക്ക് എന്തെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായം ആവശ്യമുണ്ട് എങ്കിൽ അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പം നമ്മൾ എയ്ഡഡ് മേഖലയിൽ അനേകം സ്കൂളുകൾക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകളും ഒക്കെ ഞങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ CBSE സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, ഇവിടെ നമുക്ക് കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല എങ്കിലും അവരുടെ അടിസ്ഥാന സൗകര്യത്തിന് ആവശ്യമായിട്ടുള്ള റോഡുകൾ, അതേപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ തന്നെ സ്കൂളുകളുടെ നിസ്സഹകരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് സർക്കാരിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിനുള്ളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് വേണ്ടി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ് ലഹരിക്കെതിരെയുള്ള ഒരു മാനവ ശൃംഖലയും അനുബന്ധ പരിപാടികളും നടക്കാൻ പോകുന്നത്. അത് ഇൻഡോ പാക് വാറിന്റെ അടിസ്ഥാനത്തിൽ ആ യുദ്ധ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ നിശ്ചയിച്ചിരുന്ന അത് മാറ്റിവെക്കുകയുണ്ടായി. അത് നാളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ എല്ലാ സ്കൂളുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഔദ്യോഗിക പരിപാടിയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമോ മറ്റ് വകഭേദങ്ങളോ ഇല്ല. ലഹരിക്കെതിരെ നമുക്കറിയാം, നമ്മുടെ കാട്ടാക്കടയിൽ മാത്രം ഏകദേശം 9ഓളം MDMA അതേപോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ പ്രദേശം ഇതിൽ നിന്നും വിമുക്തമല്ല. നമ്മുടെ വീടുകളിൽ ഇത് സംഭവിച്ചാൽ മാത്രമേ നമ്മൾ ഉണരത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ഇത് സംഭവിച്ചാലേ ഉണരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം വളരെ വളരെ നമുക്ക് ഭയാനകരമായ ഒന്നായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ചെറുക്കുക എന്നുള്ളതാണ്. ബോധവൽക്കരണവും ഇതിന്റെ പ്രവർത്തനങ്ങളുമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കുട്ടികളെ നാളെ ഈ മാനവ ശൃംഖലയിൽ പങ്കെടുപ്പിക്കണം, അതേപോലെ അനുബന്ധ പരിപാടികളിലും പങ്കെടുപ്പിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ പേര് ജയജ്യോതി. ഞാൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ICDS സൂപ്പർവൈസറാണ്. ഈ വരുന്ന 30-ാം തീയതി 30/5/2025 ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം കേരളത്തിലെ എല്ലാ അംഗൻവാടികളിലും പ്രവേശനോത്സവം നടക്കുന്നുണ്ട്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ സെൻറ്റർ നമ്പർ 49 മംഗലയ്ക്കൽ തെരുവ് അംഗൻവാടിയിലാണ് പഞ്ചായത്ത് തല പ്രവേശനോത്സവ പരിപാടികൾ നടക്കുന്നത്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ 38 അംഗൻവാടികളാണുള്ളത്. 38 അംഗൻവാടികളും പ്രവേശനോത്സവത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. 38 അംഗൻവാടികളിൽ 36 എണ്ണവും സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 37ാമത്തെ അംഗൻവാടി ഈ വരുന്ന 30-ാം തീയതി
സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയാണ്. സെൻറ്റർ നമ്പർ 37 നന്ദാവനം. ഒപ്പം 4 സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനവും കൂടെ 29, 30 തീയതികളിലായി നടക്കുന്നുണ്ട്. സെൻറ്റർ നമ്പർ 35 അറവൻകോണം, സെൻറ്റർ നമ്പർ 43 തലക്കോണം, സെൻറ്റർ നമ്പർ 49 മംഗലക്കൽ തെരുവ്, സെൻറ്റർ നമ്പർ 37 നന്ദാവനം എന്നീ സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനം 29, 30 എന്നീ 2 തീയതികളിലായി നടക്കുന്നു. വളരെ വിപുലമായ രീതിയിലുള്ള പ്രവേശനോത്സവം നടത്തുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകളാണ് അംഗൻവാടിയും പഞ്ചായത്തും ചേർന്ന് നടത്തുന്നത്. പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. ജൂൺ 2-ാം തീയതിയാണ് പ്രവേശനോത്സവം. കുളത്തുമ്മൽ ഗവൺമെൻറ് LPSൽ ബഹുമാനപ്പെട്ട MLA IB സജീഷ് സാർ അനുവദിച്ച 1 കോടി രൂപയുടെ ഓഡിറ്റോറിയം പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K അനിൽകുമാർ ചെയർമാനായും ഹെഡ് മാസ്റ്റർ SK സനൽകുമാർ കൺവീനറായും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.